ഹോരാശാസ്ത്രം പ്രഥമാധ്യായം രാശിഭേദ പ്രകരണം 10-ാമത്തെ ശ്ലോകം. ഗോജാശ്രീകർക്കിമിഥുനാ സമൃഗാ നിശാഖ്യ പൃഷ്ടോദയാ വിമിഥുന കഥിതാസ്തയേവ ശീർഷോദയാദിനബലാച്ച ഭവന്തി ശേഷാ ലഗ്നം മേത്യുഭയത പ്രതുരോമയുഗ്മം. അർത്ഥം: മേടം, ഇടവം, മിഥുനം, കർക്കിടം, ധനു, മകരം ഈ ആറും രാത്രിയിൽ ബലാധിക്യമുള്ള രാശികളും ശേഷം ആറും പകൽ ബലം ആധിക്യമുള്ള രാശികളുമാകുന്നു. മിഥുനം ഒഴിച്ചു ബാക്കി 5 രാത്രി രാശികളും പൃഷ്ഠാദ്യമായി ഉദിക്കുന്നവയും മീനം ഒഴിച്ചുള്ള മറ്റു 5 പകൽ രാശികളും മിഥുനവും ശിരസ് ആദ്യമായി ഉദിക്കുന്നവയും മീനൻ രാശി പൃഷ്ഠവും ശിരസും ഒരേ സമയത്ത് ഉദിക്കുന്നതുമാകുന്നു. നിശാഖ്യാഹ എന്ന് പറഞ്ഞതുകൊണ്ട് നിശാധിപതിയായ ചന്ദ്രനു നിശാരാശികളുടെയും ദിനബലാഹ എന്നതുകൊണ്ട് ദിനാധിപനായ സൂര്യന് ദിനരാശികളുടെയും ആധിപത്യമുണ്ടെന്ന് പറയാവുന്നതാണ്. സിംഹ, കന്യ, തുലാളിജ, കുംഭാന്ധ്യോ സൂര്യ രാശയ അന്യേതു രാശയച്ചാന്ദ്ര ദ്യൂന നിശാരാശയച്ചതേ എന്ന് പ്രമാണവുമുണ്ട്. പൃഷ്ടോദയാഹ എന്നും ശീർഷോദയാഹ എന്നുമുള്ള പദങ്ങളെ കൊണ്ട് പൃഷ്ടോദയ രാശികൾ അശുഭങ്ങളും ശീർഷോദയങ്ങൾ ശുഭങ്ങളാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ജാതകത്തിലെ ലഗ്നം ശീർഷോദയമാണെങ്കിൽ ദീർഘായുസ് മുതലായ ഗുണങ്ങൾ ഉണ്ടാവുമെന്നും കാര്യസാധ്യ പ്രശ്നത്തിൽ കാര്യം സാധിക്കുമെന്നും പറയണം. പൃഷ്ടോദയത്തിന് ഫലം വിപരീതവുമാണ്. എന്നാൽ പ്രസവ വിഷയമാണെങ്കിൽ പ്രശ്നത്തിൽ, പൃഷ്ടോദയമാണെങ്കിൽ അനായാസേന വേഗത്തിൽ പ്രസവിക്കുമെന്നും ശീർഷോദയമാണെങ്കിൽ താമസിച്ച് വിഷമിച്ചേ പ്രസവിക്കുമെന്നും പറയണം. പൃഷ്ടോദയേഷു സിദ്ധ്യത്യശുഭം ശീർഷോദയേഷു വിപരീതം എന്നും വചനവും കണ്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ പദങ്ങൾ കൊണ്ട് തന്നെ പൃഷ്ടോദയ രാശികൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ അവയുടെ ദശാപഹാരാദി കാലങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഫലം ചെയ്യുമെന്നും ശീർഷോദയസ്ഥന്മാരായ ഗ്രഹങ്ങളുടെ ഫലപ്രധാന കാലം ഇതിന് വിപരീതമാണെന്നും പറയാവുന്നതാണ്.